അപ്പോ ഇത് അടുത്ത വ്ളോഗ് നമ്മൾ ഇത് നന്ദി ഹിൽസ് പോവാണ്. ഇതൊരു പാക്കേജ് ആണ്. ബട്ട് അതിനു മുന്നേ ഇതിപ്പോ രാവിലെ 3 മണിയാണ്. 3 മണിക്കാണ് ഇവിടുന്ന് ക്യാബ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി 3 മണിക്ക് 3:15 തിരിച്ചിട്ട് ഇനി നന്ദി ഹിൽസിൽ പോകണം. അപ്പൊ അതൊരു പാക്കേജ് പോലെ അവര് പെർ പേഴ്സൺ സംതിങ് പറഞ്ഞിട്ട് അവര് ഒരു ക്യാബ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും സുബിച്ചൻ പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസിൽ പോവുക. അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിളിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആദിയോഗിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതില് രാവിലെ ഞങ്ങളിപ്പോ തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരുന്നത് രാത്രി 11 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഒരു 1 ഡേ ടൂർ. ഇതില് ഒരുപാട് കാര്യങ്ങൾ നന്ദി ഹിൽസിൽ ഇപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നല്ല മഞ്ഞ് വീഴ്ചയാണ്, പുകമറയായിരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞ് പോകുന്നത്. ഇനി അവിടെ എന്ത് കിളിയാവോ എന്തായാലും അത് നോക്കാം. ഞാൻ ഇതുവരെ 15 വർഷമായി ഞാൻ ബാംഗ്ലൂരിൽ. പക്ഷേ നന്ദി ഹിൽസ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അതും എന്താ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അതൊന്നും കണ്ടില്ലെങ്കിൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ സുബിച്ചന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം സുബിച്ചൻ ബാംഗ്ലൂരിൽ ഇപ്പൊ വന്നിട്ട് ഒരു 3 വർഷം എന്തോ ആയിട്ടുള്ളൂ, 2.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ സുബിച്ചനും നന്ദി ഹിൽസ് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ബാംഗ്ലൂരിൽ താമസിക്കാത്തവർ പോലും വന്ന് നന്ദി ഹിൽസ് കണ്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആ ഒരു കുറവ് നികത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈവനിങ് രാത്രിയില് ആദിയോഗിയുടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നോക്കണം. ഇന്ന് November 1 ആണ്. അതായത് കർണാടക രാജ്യോത്സവമാണ്, പിന്നെ കേരളപ്പിറവിയൊക്കെയാണ്. അതിന്റെ ഒരു തിക്കും തിരക്കും ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അത് നോക്കണം. ഈ ആദിയോഗിയുടെ ഒരു ലൈറ്റ് ഷോയും സോങ്ങും ഒക്കെ ആയിട്ട് നല്ല വൈബാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു 10-15 മിനിറ്റ് എന്തോ ഷോ ഉള്ളത്. 7:20 എന്തോ തുടങ്ങിയിട്ട് 15 മിനിറ്റ് എന്തോ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളും പോകുന്നിടത്തൊക്കെ എന്തെങ്കിലും ഫുഡും ഒക്കെ കഴിച്ച് അങ്ങനെ നമുക്കൊരു വൈബായിട്ട് അടിച്ചു പൊളിച്ച് പോയിട്ട് വരാം. രാവിലെ 4:15. ഇതാണ് നന്ദി ഹിൽസിൽ പോകുമ്പോഴുള്ള ട്രാഫിക്. ഇന്നത്തെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും ട്രാഫിക് മാറി, വണ്ടിയൊക്കെ പോയി തുടങ്ങി. ഗേറ്റ് തുറന്നെയാണോ?
കൗണ്ടറിൻ്റെ റഷ് ഒരു രക്ഷയില്ലാത്ത രക്ഷ. നന്ദി ഹിൽസിൻ്റെ എൻട്രി പൊളി. നല്ല വഴി മൊത്തം ടാർട്ട് നമുക്ക് നടന്നില്ലെങ്കിലേ. ഇതാണ്ട് ഇവിടെ 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 ഒന്നും നല്ല രീതിക്ക് പക്ഷെ കാണാൻ ഒക്കത്തില്ല. No breath, no heartbeat, just static remains.
reflections, ghosts in the crowd. So come burn down my escape. I wanna feel it, come drag me into the void. Let my circuits decay. I'm sorry, but it's too late. You never ഷെൽട്ടേഴ്സ് കൊള്ളാലോ ഇത്. ആ ക്യാ ആയിട്ട് കിട്ടുന്ന മാഗി. എന്ത് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്? നടന്ന് നടന്ന് കാലിൻ്റെ പരിപ്പളക്കി. മഞ്ഞ് നോക്കി വന്നിട്ടേ ഇത് നല്ല വെയില്. അങ്ങനെ തിരിച്ച് നന്ദി ഹിൽസിന് തിരിച്ചിറങ്ങുന്നു.
You built some Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi.
his stillness lasted for years on end. Curious onlookers melted away. Only 7 seekers remained as they could not tear themselves away from him. അല്ല ഞങ്ങളിന്ന് ആകെ ഞാൻ രാവിലെ പറഞ്ഞത് കറക്റ്റായി ഇന്ന് എന്തെങ്കിലും പോയപ്പോ മഞ്ഞില്ല, മഞ്ഞും കണ്ടില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, മൊത്തം അടിക്കുന്ന വെയിൽ, നല്ല ചൂട് ചൂട്. അതും ഞാനാണെങ്കിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് മറ്റേ എന്താ പറയുന്ന മറ്റേ ഹുഡിയൊക്കെ ഇട്ടിട്ടൊക്കെ പോയതാ. അവിടെ ചെന്ന് നന്നായിട്ട് കിളിയായി പോയി. കാരണം നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല, അടിക്കുന്ന വെയിലും. അവിടെ ചെന്നിട്ട് ക്യൂ ആന്ന് പറഞ്ഞാല് ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യൂ. അവിടെ നിന്ന് കേറിപ്പോയി, അവിടെ ക്യൂ. സൺറൈസ് വരും ആയപ്പോഴത്തേക്ക് നട്ട വെയിലും അത് അത്ര 6-7 മണിക്ക് സൂര്യൻ തലയുടെ മേളിലിരിക്കുന്ന അത്രയ്ക്ക് ചൂടും വെയിലും. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി, നല്ല കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. മഞ്ഞ് കാണാൻ പറ്റിയില്ലെന്നെങ്കിലും താഴ്വാരം കാണാൻ പറ്റി. അവിടെ നിൽക്കുന്ന നമ്മുടെ ഈ ടെറസ് വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാല് ആദിയോഗി ലൈറ്റ് ഷോ ഒന്നൊന്നര ഐറ്റം. അല്ല അത് അവിടെ ചെയ്തേക്കുന്നത് ആ മലയുടെ ഇടയ്ക്ക്, അത് ആ സൺസെറ്റിന്റെ സമയത്ത് ഫുൾ വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം അത് നേരിട്ട് കാണണം, അതിന്റെ ആ ലൈറ്റ് ഷോയും. അതില് ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ലേസർ അടിക്കുമ്പോ അപ്പുറത്തെ കുന്നില് പോയിട്ട് ചെന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എന്ത് രസമാണ് ഡയറക്റ്റ് കാണുമ്പോ എല്ലാരും ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാര്. അടിപൊളി കാര്യമായിരുന്നു. അവിടുത്തെ ഹൈജീൻ, അവിടുത്തെ ഫുഡ് എല്ലാം ടോപ്പ് ക്ലാസ്. വേറെ കാര്യമുണ്ട്, ആദിയോഗിയുടെ ഫുഡ് നമ്മൾ റെക്കോർഡ് ചെയ്തത് ആണെങ്കിൽ നോർമലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ശരിക്കും. ഞാൻ ആദിയോഗിയുടെ സെയിം ഞാന് കോയമ്പത്തൂര് പോയിട്ടുണ്ട്. കോയമ്പത്തൂരിന്റെ ഒരു 5 to 10% പോലും ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഞാൻ ലൈറ്റ് ഷോ അവിടെ കോയമ്പത്തൂരിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പോയത്. വേറെ എന്ന് പറഞ്ഞാൽ നല്ല പീസ്ഫുൾ ആണ്. പക്ഷെ ഓവർ ക്രൗഡഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് തന്നെ ഈ കർണാടക രാജ്യോത്സവത്തിന്റെ അതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതിന്റെ ആയിരുന്നു മറ്റേ നന്ദി ഹിൽസിന് മറ്റേ അവർ കുറെ പേര് കൊടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇതായിട്ട് അവര് കർണാടകയുടെ ജയ്യൊക്കെ എന്തൊക്കെയോ അതിനിടയിൽ കൂടെ കന്നഡ അറിഞ്ഞുണ്ടെങ്കിൽ നാട് വിടൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കാനുള്ള കന്നഡയൊക്കെ അറിയാം, കുഴപ്പമില്ല. സുബിച്ചിനെ മിക്കവാറും നമുക്ക് നാട് കിടത്താം. അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു വർത്തായിട്ടുള്ള ഒരു വീക്കെൻഡ് ഔട്ടിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ഔട്ടിങ്ങിന് ഞാൻ രാവിലെ മുതൽ, കാരണം 3 o'clock ഞങ്ങൾ രാവിലെ സ്പെൻഡ്, ഞങ്ങൾ രാത്രി വീട് എത്തുമ്പോൾ 11:30 അപ്പോൾ ആ ഒരു ട്രിപ്പ് അത് ജസ്റ്റ് 1 day ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമ്മൾ ഒരിടത്ത് നിൽക്കാണ്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒന്ന് കിടക്കുന്നു വേറെടുത്ത് അത് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം ഉണ്ടായിരുന്ന ട്രിപ്പ് പോലെ തോന്നി. പക്ഷെ നന്ദി ഹിൽസിലെ മാഗി കഞ്ഞിയായിരുന്നു, കഞ്ഞി. നന്ദി ഹിൽസിലെ മാഗി പൊള്ളിയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് കഴിക്കാൻ നല്ല മാഗി എന്ന് പറഞ്ഞ് പോയിട്ട് ചെന്ന് മാഗി വാങ്ങിച്ചപ്പോ നല്ല കഞ്ഞി പരുവത്തിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അത് വേവിച്ചിട്ട് വീണ്ടും ആൾക്കാർ വരുമ്പോ വീണ്ടും അതിനെ ചൂടാക്കി അങ്ങനെയൊക്കെ കൊടുക്കുന്നോണ്ടാവണം. കാരണം ഭയങ്കര തിരക്കല്ലേ. പിന്നെ കുറെ കുരങ്ങുകള് ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ മാഗി കാര്യം പറഞ്ഞിട്ട് തന്നെ. അപ്പൊ മാഗി എന്ന് പറഞ്ഞാൽ അതെടുത്ത് വായിൽ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു കഞ്ഞി പോലെ ഇരുന്നാലും ചിലര് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് സൂപ്പി മാഗി ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കഴിച്ചു നോക്കിയതാണ്. ഒരു ഗുണമില്ല അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇതാണോ നന്ദി ഹിൽസിൽ നല്ല മാഗി? അല്ല, അത് ഇപ്പുറത്തെ കടയിലല്ല, അപ്പുറത്തെ കടയില്ല.
എന്നാ പിന്നെ ഇവിടെ നിന്ന് നല്ല ദോശയോ ഇഡലിയോ കഴിക്കായിരുന്നു. അങ്ങനെ അതെ. പിന്നെ കുറെ നല്ല ഫോട്ടോസ് എടുത്തു. പിന്നെ വേറൊരിടത്ത് നന്ദിനിയുടെ തന്നെ നന്ദിനിയുടെ പാർലറില് കുറച്ച് ഇതൊക്കെ ഉണ്ട്, പിസ്സ, അവരുടെ തന്നെ അവിടെയുള്ള ഒരു അവരുടെ ലോക്കൽ സെറ്റപ്പിലുള്ള പിസ്സ അങ്ങനെയൊക്കെ ഉണ്ട്. നന്ദിനി എന്തുവാന്നും കൂടി ഒന്ന് പറ. നന്ദിനി നമ്മുടെ മിൽമ പോലെ, നമ്മുടെ നാട്ടിലെ മിൽമയാണ് നന്ദിനി. ഓൾമോസ്റ്റ് എല്ലാവർക്കും ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ഞങ്ങളെക്കാട്ടി കൂടുതൽ അറിയാം. മലയാളിയാണോ ബാംഗ്ലൂരിനെ പറ്റി ഞങ്ങളെക്കാട്ടി അറിയായിരിക്കും. ഏതാണ് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം? മടിവാള എന്ന് ഉടനെ പറയല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതും അറിയായിരിക്കും. സോ മിൽമ, നമ്മുടെ നാട്ടിലെ മിൽമ പോലത്തെ ഒരു സംഭവമാണ് ഇവിടുത്തെ നന്ദിനി. അത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഓൾമോസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ നല്ല പിസയായിരുന്നു. പിസയുടെ പനീറൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം നല്ല സാധനമായിരുന്നു. ലസ്സി സൂപ്പർ ആയിരുന്നു. ലസ്സി കൊള്ളായിരുന്നു. പിന്നെ ബട്ടർ മിൽക്ക് കുടിച്ചു, അതും കൊള്ളായിരുന്നു. നമ്മുടെ സംഭാരം അതും കൊള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം കൊള്ളായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്താണ് കഴിച്ചത്. പോകുന്ന സമയത്ത് ഇങ്ങനെ മാഗിയും ഇട്ട് നടക്കുമായിരുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയായി. പിന്നെ ചായകൾ കുടിച്ചു, കുറെ ചായ കുടിച്ചു. അവിടെ കയറുമ്പോ ചായ കാണുമ്പോഴൊക്കെ ചായ കുടിപ്പ ഈ ചൂടില് വട്ടല്ലേ ഇത്യാദി ആൾക്കാരോട് പോയിരുന്നു എങ്ങനെ ഇരിക്കും. ചായ കുടിച്ച് പോയിട്ട് വന്നു. ഈവനിങ് നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളിവിടെ എത്തി. ഇനി ഇത് തന്നെ വൃത്തിയാണ്. ഇതിന്റെ ക്ഷീണം മാറാൻ നാളെ ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങും. അപ്പോ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും.